തിരുവനന്തപുരത്ത് പലസ്തീൻ അനുകൂല പോസ്റ്റർ പതിപ്പിച്ച ഒരാൾ അറസ്റ്റിൽ. ബംഗ്ലാദേശി സ്വദേശിയെന്ന് സംശയിക്കുന്ന ഇക്ബാലിനെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം മണക്കാറാണ് പോസ്റ്റർ പതിപ്പിച്ചത്. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, ബംഗ്ലാദേശി സ്വദേശിയെന്ന് സംശയിക്കുന്ന ഇക്ബാലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ മറ്റ് നടപടികൾ ഏത് തരത്തിലാണിപ്പോൾ? തിരുവനന്തപുരത്തെ പലസ്തീൻ അനുകൂല പോസ്റ്റർ പതിപ്പിച്ച ഒരാളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ബംഗ്ലാദേശി സ്വദേശി എന്ന് സംശയിക്കുന്ന ഇക്ബാലിനെ ഫോർട്ട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിനീഷ, ഇക്ബാൽ ബംഗ്ലാദേശി സ്വദേശിയാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? നിലവിൽ ഇദ്ദേഹത്തിന്റെ സ്വദേശം എവിടെ നിന്നാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ രേഖകൾ പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കാരണം പലസ്തീൻ അനുകൂല പോസ്റ്റർ പതിച്ചു. പലസ്തീൻ അനുകൂല പോസ്റ്ററിൽ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, ഇംഗ്ലീഷിലും ഒപ്പം തന്നെ ഉറുദു ഭാഷയിലുമാണ് പോസ്റ്റർ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പോലീസിന് സംശയം തോന്നി സമീപത്തെ പ്രദേശങ്ങളിലൊക്കെ പോലീസ് പരിശോധന നടത്തുന്നത്. അങ്ങനെ പല സ്ഥലത്തായി ഈ മണക്കാട് ഭാഗത്ത് ഉള്ള പല സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പോസ്റ്ററുകൾ, ഇത്തരത്തിൽ കൈയെഴുത്തുകളായ പോസ്റ്ററുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് പോലീസ് CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് സമീപ പ്രദേശത്തെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ് ഇത് ഒട്ടിച്ചത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു. ഉടനെ തന്നെ പോലീസ് ഈ ഹോട്ടലിൽ എത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്യുന്നു. പിടികൂടുന്ന സമയത്ത് പോലും ഇദ്ദേഹം പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. തുടർന്നാണ് പോലീസ് ഇദ്ദേഹത്തിന്റെ സ്വദേശം സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നത്. പരിശോധനയിൽ ഇദ്ദേഹത്തിന്റെ മറ്റു വിവരങ്ങളൊന്നും തന്നെ, ഇദ്ദേഹത്തിന്റെ നാട് എവിടെയാണ്, രാജ്യം ഏതാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരവും പോലീസിന് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് പോലീസ് ബംഗ്ലാദേശി സ്വദേശിയാണ് എന്ന സംബന്ധിച്ചുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇയാളുടെ രേഖകൾ പരിശോധിച്ചാൽ ഇദ്ദേഹത്തിന് നിലവിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ വിട്ടയക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ പോലീസ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ പാലസ്തീൻ അനുകൂല പോസ്റ്റർ പതിപ്പിച്ചതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ, ഏത് സ്വദേശിയാണ്, എവിടെ നിന്ന് വരുന്നു എന്ന് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൃത്യമായ ആസൂത്രണം, ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരുന്നു. കാരണം പലസ്തീൻ അനുകൂല പോസ്റ്ററാണ് പതിച്ചിരിക്കുന്നത്. മണക്കാടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വിഘടനവാദ സംഘടനകളുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ വിഘടനവാദ സംഘടനകളുടെ അംഗമാണോ ഈ ഇക്ബാൽ എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും മറ്റ് തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ വിഘടനവാദ സംഘടനകളുമായി ഇക്ബാലിന് ബന്ധമുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ, അന്വേഷണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതേസമയം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പോലീസിൽ നിന്ന് ആരാഞ്ഞിട്ടുണ്ട്. NIA ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മറ്റു വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പോലീസിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ളത് NIA എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ ഈ മണക്കാട് ഭാഗത്തും സ്ഥാപിച്ചത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിനോട് സംസാരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഈ വിഷയത്തിൽ കടന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ സ്വദേശം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ പോലീസിന് മറ്റ് അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫോർട്ട് പോലീസ് നിലവിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചതിനാണ് കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.